ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഫോ പാർക്ക് ഫോട്ടോഗ്രാഫി ക്ലബ്സിൻ്റെ ഒരു അടിപൊളി നേച്ചർ ക്യാമ്പ് അതല്ലെങ്കിൽ ഒരു ജംഗിൾ ക്യാമ്പ് പ്രോഗ്രാമിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ നമ്മൾ തേക്കടിയിലാണ്. തേക്കടി ബോട്ടിങ്ങിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ അതിൽ തന്നെ ഒരു നേച്ചർ ക്യാമ്പാണ്. അതൊരു നേച്ചർ വാക്ക് പ്രോഗ്രാമൊക്കെയാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നമുക്ക് ബേർഡ് സൈറ്റിങ്ങും അനിമൽസിൻ്റെ സൈറ്റിങ്ങൊക്കെ ഉള്ള ഏരിയയാണ്. ഈ ക്യാമ്പിൽ കൂടുതലും ഫോട്ടോഗ്രാഫേഴ്സാണ്. നമ്മുടെ കൂടെയുള്ളവരൊക്കെ നല്ല ഫോട്ടോഗ്രാഫേഴ്സാണ്. അപ്പോൾ ഇവർക്ക് നല്ലൊരു അനിമൽ സൈറ്റിങ്ങും ഒരു ബേർഡ് സൈറ്റിങ്ങൊക്കെ ഉള്ള ഒരു ഏരിയയാണിത്. രാവിലെ തന്നെ നല്ല ഒരു നമുക്ക് നോക്കുന്നത് കാണാം. അവിടെ കണ്ടോ, നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു കാട്ടി എന്ന് പറയുന്ന നമ്മുടെ ബൈസൺ, കാട്ടുപോതെന്നൊക്കെ നമ്മൾ പറയും. അത്യാവശ്യം ഇതൊരു മെയിലാണ്. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ളൊരു കാട്ടുപോത്താണത്. ഓക്കെ, എന്തായാലും അതിൻ്റെ അടുത്തിനായിട്ട് വേറൊരു ഫീമെയിൽ കാട്ടുപോത്തുണ്ട്. ശരിക്കും കാട്ടുപോത്തല്ല, ഇത് എൻ്റെ പറയുന്ന പേരാണ് കാട്ടി. ഈ നേച്ചർ വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാടിൻ്റെ അകത്തൂടെയുള്ളൊരു വാക്കാണ്, ഒരു ട്രെക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മൃഗങ്ങളെയും പക്ഷികളെയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നേരത്തെ കണ്ട ഈ കാട്ടിപ്പാത്ര എഴുന്നേറ്റ് നിന്നത്, ഇതിന് നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല സീനറീസും നല്ല നല്ല വ്യൂസൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫേഴ്സ് കുറേ ബേഡ്സിൻ്റെയൊക്കെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ്. നമുക്ക് നല്ല വ്യൂസാണ് ഇവിടെ അല്ലേ. നമ്മൾ രാവിലെ ഒരു 7:30ക്കാണ് ശരിക്കും അവിടെ നിന്ന് പോകുന്നത്. നമുക്കൊരു 7 മണിക്കൊക്കെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. എങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല സൈറ്റിംഗ് ഉണ്ട് ഇവിടെ. കണ്ട ഒരു മലയണ്ണാൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിടന്ന് പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടപ്പോൾ ആദ്യം അവിടെ കയറി ഇരുന്നാണ്. പിന്നെ നല്ല അടിപൊളി മരങ്ങളൊക്കെയാണ് ഇവിടെ, ആലുകൾ. ഇപ്പം ഈ കാണുന്നത് ശരിക്കും ഒരു ഇത് കണ്ടോ, ഇത് വാച്ച് ടവർ പോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടിയിരിക്കുന്ന ഒരു ഏർമാടാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഇരുന്നിട്ട് നല്ല വ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ മുകളിലായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ഈ ഏരിയയിൽ കരടി, ആനയൊക്കെ ഉള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ വീണ്ടും ഞങ്ങൾ ആരംഭിച്ചു. ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കി അവിടെ എന്തോ അനങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന സെയിം ഈ ട്രക്കിൻ്റെ ഈ പാതയിൽ തന്നെയാണ്. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതെ കണ്ട, ഇവിടെ കുറച്ച് കാട്ടുപോത്തിൻ്റെ ഗ്രൂപ്പാണ് ഇവിടെ. അപ്പോൾ ഒരെണ്ണമല്ല, മൾട്ടിപ്പിൾ ഉണ്ട്. നോക്കി നല്ല ഒരു മെയിലാണ്, ഒന്നിൽ കൂടുതൽ മെയിലുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത് കുട്ടിയിട്ട് തോന്നുന്നു. കാരണം ഇത് നല്ല അഗ്രസീവായിട്ടാണ് നിൽക്കുന്നത്. കൂടെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. എന്നാലും ഒരു 6-7 കൂടുതലുണ്ട് എന്തായാലും ഈ കാട്ടുപോത്ത്. നമുക്ക് അത്യാവശ്യം ഒന്ന് നോക്കാം. ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണാം. ഇപ്പം നല്ല ഇതാണ്, നമുക്ക് നല്ല സൈറ്റിംഗ് ആണ്. ഇപ്പം തൊട്ടടുത്ത് തന്നെയാണ് ശരിക്കും നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. കണ്ട കുട്ടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇത് ചിലപ്പോൾ ആക്രമിക്കും. ഓക്കെ, ഞങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ട എല്ലാവരും പതുക്കെ അങ്ങോട്ട് പോവാണ്. പതുക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് അവർ ശരിക്കും നോക്കുന്നുണ്ട്. അവിടെ മെയിലായിട്ടുള്ളവരും മെയിലൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ശരിക്കും കൊച്ചിനെ എന്തെങ്കിലും കുട്ടിയുണ്ട്, അപ്പോൾ അതിനെന്തെങ്കിലും സംഭവിക്കുന്നത് വെച്ചിട്ടായിരിക്കും എല്ലാം അഗ്രസീവായിട്ട് നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. മൊത്തം കുറേ ഉണ്ട് അവിടെയൊക്കെ ആയിട്ട്. അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് കണ്ടോ. എന്തായാലും നമ്മളിപ്പോൾ അതിലെ പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ഇങ്ങനെ സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഗൈഡ് ശരിക്കും വേറെ ഒരു വഴി കാണിച്ചു തന്നിട്ട് അതിലെ നമ്മൾ പോകുന്നത്. എന്തായാലും ഇവിടെ നല്ല കാട്ടുപോത്തിൻ്റെ ഇത്രയും ക്രൗഡായിട്ടുള്ളത് നമ്മളിപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നേച്ചർ വാക്ക് കഴിഞ്ഞു. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മളിവിടെ ഗവിയിലാണ്. ഗവിയിൽ ഒരു ജംഗിൾ ക്യാമ്പ് പ്രോഗ്രാമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ട്രക്കിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു 3 മണിയോളം ആയിട്ടുണ്ടാവും നമ്മളവിടെ ചെന്ന്. അവിടെ നിന്ന് ഇപ്പോൾ ട്രക്കിങ് 3 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടീം ടോഡ് ചപ്പാത്ത് ട്രക്കിംഗ് പ്രോഗ്രാമിലാണ്. സാധാരണ അവിടെ നമ്മൾ മാൻമുട്ടിമല അങ്ങനെ ഒരു ട്രക്കിംഗ് ആണ്. ബട്ട് അവിടെ ഇപ്പോൾ അലൗഡ് അല്ല. നമ്മളതുകൊണ്ട് ഈ ട്രക്കിംഗ് ആണ് ഇപ്പോൾ അലൗഡ് ആയിട്ടുള്ളത്. ഓക്കെ, അടിപൊളി പ്ലേസാണ് ഇവിടെ. നല്ല ഭംഗിയാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ശരിക്കും പോകുന്ന ഇത് കാണുന്നത് ശരിക്കും പെരിയാർ റിവറാണ്. ഓക്കെ, പെരിയാർ റിവറിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ ട്രക്കിംഗ്. ഇതിൻ്റെ അകത്ത് ധാരാളം അനിമൽസ് ഉള്ള ഏരിയയാണ്. ശരിക്കും ആനയുണ്ട്, മ്ലാവുണ്ട്, കരടി, പിന്നെ
അങ്ങനെ പല കടുവയൊക്കെയുള്ള ഒരു ഏരിയ ആണ് ശരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഈ പെരിയാറിൻ്റെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല, അധികം പെരിയാറൊക്കെ വരുന്ന ഒരു നദീതട ട്രക്കിംഗ് പ്രോഗ്രാമാണിത്. ഓക്കെ, നല്ല ഭംഗിയാണ്. നമ്മൾ ശരിക്കും നല്ല ആസ്വദിച്ചാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മ്ലാവുകളെ കാണാം. ഇപ്പോൾ ഒരു മ്ലാവ് നമ്മൾ നോക്കി നിൽക്കുന്നുണ്ട്, നമ്മൾ കണ്ടിട്ട് ഉമ്മാരാടാന്ന് വെച്ചിട്ട്. എന്തായാലും നമുക്ക് ഏതാണ് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ വെള്ളം പോകുന്ന അരുവികളൊക്കെ ഉണ്ട്. അതൊക്കെ കിടന്നാണ് നമ്മളിങ്ങനെ ട്രക്ക് ചെയ്യുന്നത്. ഈ വെള്ളമൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ മുല്ലപ്പെരിയാറിൻ്റെ അകത്തേക്ക് തന്നെ ചെല്ലും. നല്ല അടിപൊളിയാണല്ലേ ശരിക്കും പറഞ്ഞിട്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരാം. അത് കഴിഞ്ഞ് നമ്മളിവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഒരു ടെൻറ്റിലാണ്. അപ്പോൾ ടെൻറ്റ് സ്റ്റേ ആണ്. നമുക്ക് 2 പേർക്ക് ഒരു ടെൻറ്റിൽ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഔളിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ്. ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഒരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. ജംഗിൾ ഔൾ, അങ്ങനെ കുറേ ഔളിൻ്റെ ഇതുണ്ട്. നേരമൊക്കെ വെളുത്ത് നമ്മൾ പതുക്കെ നോക്കി ആ റിവർ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത്യാവശ്യം നല്ല മഞ്ഞുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, നീരാവി പോലെ നമുക്ക് ഒരു ഫീൽ കിട്ടുന്നില്ലേ. നല്ല രസമുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ ശരിക്കും. രാത്രിയൊക്കെ നല്ല ഭയങ്കര തണുപ്പാണ്. ഈവനിങ്ങും നൈറ്റും ഏർലി മോർണിംഗും രാത്രിയൊക്കെ നല്ല തണുപ്പാണ്. നല്ല അടിപൊളിയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ കോട്ടൊക്കെ ആയിട്ട് വരണം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി. നമുക്കിവിടെ ഒരു സഫാരി ഉണ്ട്. അപ്പോൾ ഈ സഫാരിക്ക് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്ത് നമ്മുടെ വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു ബസ്സാണ്. ഇതിലാണ് നമ്മൾ സഫാരി. നമ്മൾ പോകുന്നത് ഗവിയിലേക്കാണ്. അപ്പോൾ എല്ലാവരും ബസ്സിലൊക്കെ കയറി നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എല്ലാവരും സീറ്റൊക്കെ പിടിച്ച് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാണ്? PTR ആണ്. അതായത് ഇത് കാണുന്നത് PTR ആണ്. പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണിത്. അപ്പോൾ അത്യാവശ്യം ടൈഗറിൻ്റെ സൈറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ഡേഞ്ചർ ഏരിയ ആണ്. ടൈഗർ, ആന മൊത്തത്തിൽ ഡേഞ്ചറാണ്. ഇതിലൊന്നും നമുക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ നമുക്ക് ഗവി ഡാമിൻ്റെ അകത്തേക്കുള്ളൊരു ട്രക്കിംഗ് അല്ല, സഫാരിയാണ്. ഇതിൻ്റെ പോകുന്ന ഇടയ്ക്ക് നമുക്ക് അത്യാവശ്യം മ്ലാവ് പിന്നെ ആനയൊക്കെ കാണാൻ കഴിയും. നല്ല വ്യൂ ആണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, നമുക്ക് അടിക്കണ്ട പല മലനിരകളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്തി. ഇതാണ് ഡാം. ചെറിയ ഡാമാണ്. അപ്പോൾ ഇവിടെ നല്ല വ്യൂ ആണ്, നല്ല രസമാണ് ഇവിടെ കാണാം. ഇതിൻ്റെ സൈഡിലായിട്ട് ഇപ്പം അത്യാവശ്യം വെള്ളം കുറവാണ്, കാരണം വേനൽക്കാലം അല്ലേ. ഇത് കണ്ടോ, വേഴാമ്പലാണിത്. ഉണ്ടാവും ഇതിനിടയ്ക്ക് നമുക്ക് വേഴാമ്പൽ നല്ലൊരു ഫ്ലൈയും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ നല്ല അടിപൊളിയാണ്. ഇപ്പോൾ പോകുന്നതായിരിക്കും നമുക്കിത് കുരങ്ങന്മാർക്കിടെയൊക്കെ സൈറ്റിംഗ് ഉണ്ട്. ഇന്നിപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളെങ്കിലും അത്യാവശ്യം നല്ല സൈറ്റുള്ള ഏരിയ ആണ് കേട്ടോ ഇവിടെ. ഇതിന് ശേഷം നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത് തേക്കടിയിലെ ബോട്ടിംഗ് ആണ് ഗൈസ്. അപ്പോൾ ഈ ബോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ബോട്ടിംഗ് അത്യാവശ്യം ഒരു 2 മണിക്കൂർ നേരം നമുക്കിതിൻ്റെ ബോട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഇതിന് ചുറ്റും നമുക്ക് മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാം അല്ലേ. ഇത് കണ്ടോ, മ്ലാവുകൾ, പിന്നെ ഇത് ഓരോ നമ്മൾ പറയാം ഈട്ടിയുടെ കുട്ടികളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്, കൊക്കുകൾ, അങ്ങനെ പല സ്പീഷീസിലുള്ള ബേഡ്സിനൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ഓരോ കുട്ടികളിലും തന്നെ നമുക്ക് ഓരോ നീർക്കാക്ക, അല്ലെങ്കിൽ നീർക്കാക്ക എന്നൊക്കെ പറയുന്നില്ലേ. ഇതിൻ്റെ ഓരോ സൈഡിലായിട്ട് ഇതിപ്പോൾ പന്നിക്കുട്ടന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. കൂടാതെ മ്ലാവ് എന്ന് പറഞ്ഞാൽ സാമ്പാടിയർ, പിന്നെ കാട്ടുപോത്ത്, ഇതൊക്കെ ഇതിൻ്റെ ചുറ്റിലുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഇതിന് കൂടാതെ നല്ല ഈ മരങ്ങളൊക്കെ ഉണ്ടോ, നല്ലൊരു നേച്ചറാണ് നമുക്കിവിടെ. ഇതൊരു അടിപൊളി പ്രോഗ്രാമാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കടുവേനൊക്കെ കാണാൻ കഴിയും. അതൊക്കെ നമ്മുടെ ഭാഗ്യമാണ്. ഫുൾ ടൈം നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അടിപൊളിയാണ്. ഇടയ്ക്ക് നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ദൂരത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ബൈസനൊക്കെയാണ്. ഇത് കണ്ടോ നീർക്കാക്കൾ തന്നെ ഓരോ കുറ്റിയിലിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയല്ലേ. കണ്ടോ, കാട്ടുപോത്താണ് അവിടെ നിൽക്കുന്നത്. കാട്ടുപോത്ത് അടിപൊളിയാണ് ഇവിടെ. ശരിക്കും കാട്ടുപോത്തിനും മ്ലാവിനും നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഓക്കെ, ഇത്
എന്ത് പന്നിയല്ലേ, അതെ, കാട്ടുപന്നി ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കാനും കേട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ ക്യാമ്പ് പ്രോഗ്രാംസ് എല്ലാം കഴിയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.